Welcome to Doctrinal Learning, being taught and learned. Dear students, welcome back. Today we are going to discussing about another confusing topic about post-structuralism. By the late 1960s, 1960കളുടെ അവസാനത്തിൽ ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള മൈക്കൽ ഫാക്കോ, ജാക്ക് ഡൊറിഡ, മാർക്സിസ്റ്റ് ഫിലോസഫർ ആയിട്ടുള്ള ലൂയിസ് അൽത്തൂസർ, ലിറ്റററി ക്രിറ്റിക്സ് ആയിട്ടുള്ള റോളൻ ബാർത്തസ് തുടങ്ങിയ ഫ്രഞ്ച് ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ഇവരുടെയൊക്കെ അടുത്തു നിന്നും ഒരു സ്ട്രക്ചറലിസത്തിന് പല ബേസിക് ടെനൻസ്, ബേസിക് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ആക്രമിക്കപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ 1960 അവസാനത്തിൽ സ്ട്രക്ചറലിസം ആക്രമിക്കപ്പെടാൻ തുടങ്ങി. ആരുടെയൊക്കെ അടുത്ത് നിന്ന്? ഇപ്പം ഞാൻ പറഞ്ഞ ആളുകളുടെ അടുത്ത് നിന്ന്. പിന്നെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് പേരുകളുണ്ടല്ലോ, അവരുടെ വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് കൂടുതലും സ്ട്രക്ചറലിസത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിലും ഇവരെ അറിയപ്പെടുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറൽ തിയറിസ്റ്റ് എന്ന രീതിയിലാണ് അവരെ അറിയപ്പെടുന്നത്. 1970s എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും സ്ട്രക്ചറലിസത്തിൻ്റെ റിജിഡിറ്റി ആൻഡ് ഹിസ്റ്റോറിസിസം 1970sകളിൽ സ്ട്രക്ചറലിസം അതിൻ്റെ കാഠിന്യത്തിലും ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞാൽ ചരിത്രാതീതം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാഠിന്യത്തിനും ചരിത്രാതീതതയ്ക്കും വിമർശിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലഖാനിയെ പോലുള്ള സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വക്താക്കൾ കോണ്ടിനെൻ്റൽ ഫിലോസഫിയിൽ സ്വാധീനം ചെലുത്തുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, കൂടാതെ ചില പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് വിമർശകരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല അനുമാനങ്ങളും നമ്മുടെ ഈ സ്ട്രക്ചറലിസത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എടുത്ത് എന്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് സ്ട്രക്ചറലിസത്തിൻ്റെ തുടർച്ചയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രക്ചറലിസം എന്താണെന്ന് നോക്കിയപ്പോൾ അല്ലേ, ഗ്രേറ്റ് ഫിലോസഫർ ആയിട്ടുള്ള സുഷൂറിൻ്റെ തിയറീസ് നമ്മൾ നോക്കിയിരുന്നു. മെയിനായിട്ട് സിഗ്നിഫൈഡ് സൈൻ എന്ന് പറയുന്ന സംഭവമൊക്കെ നോക്കി. അതുപോലെ തന്നെ ആർബിട്രറിനെസ് നോക്കിയിരുന്നു. അതുപോലെ തന്നെ ബൈനറി ഓപ്പോസിറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്ക് വരാം. ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിനെ നമുക്കൊന്ന് ഡീറ്റെയിൽഡായി നോക്കാറുണ്ട്. സാധാരണ രീതിയിൽ 2 തരത്തിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം എഴുതാറുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇതിൽ പോസ്റ്റ് കഴിഞ്ഞ് ഒരു ഹൈഫൺ ഇട്ട് സ്ട്രക്ചറലിസം എഴുതാറുണ്ട്. ചില സമയത്ത് പോസ്റ്റ് സ്ട്രക്ചറലിസം, മനസ്സിലായല്ലോ, വിതൗട്ട് ഹൈഫൺ ആൻഡ് വിത്ത് ഹൈഫൺ. ഹൈഫൺ ഇട്ടിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലിറ്റററി മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നത് സ്ട്രക്ചറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനൊരു ടൈം പീരിയഡും ഉണ്ട്. ഓക്കെ, ഗോട്ട് ദ പോയിൻറ്റ്. നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി മൂവ്മെൻറ്റിനെ പറയപ്പെടുന്നതാണ്. ഒരു പ്രത്യേക കാലഘട്ടത്ത് ഉണ്ടായ ഒരു മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായ ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് മോഡേണിസം എങ്ങനെ ഉണ്ടായതാണ്? മോഡേണിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വെച്ചുണ്ടായതാണ് ഇത്ര ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്ന രീതിയിൽ. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രക്ചറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായ ഒരു ലിറ്റററി മൂവ്മെൻ്റാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം. വിതൗട്ട് ഹൈഫൺ, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ നമ്മൾ ഹൈഫൺ ഇടാതെ എഴുതുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫീച്ചേഴ്സും ട്രൈറ്റ്സും മനസ്സിലാക്കുക എന്നതാണ്. സോ പോസ്റ്റ് സ്ട്രക്ചറിൽ നമ്മൾ റെഫർ ചെയ്യുകയാണ് അതിലെ ഫീച്ചേഴ്സിനെയും ട്രൈറ്റ്സിനെയും. അതുപോലെ അത് കണ്ടിന്യൂ ചെയ്യാണ്, ഇന്നത്തെ ലെവലിൽ എന്താണ് എന്നത് കണ്ടിന്യൂ ആയിട്ട് അത് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പോസ്റ്റ് മോഡേണിസത്തിൽ എന്താണ് പറയുന്നത്? അതിന് പറയുന്നത് ദ വേൾഡ് ഈസ് ഫ്രാഗ്മെൻറ്റഡ് എന്നാണ്. ഓക്കെ, ഏകദേശം 1990s പോസ്റ്റ് മോഡേണിസം എൻഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ട്രൂത്ത്. ബട്ട് ഈ ഒരു കാലഘട്ടത്തും, ഈ ഒരു 21st സെഞ്ച്വറിയുടെ ഈ ഒരു കാലഘട്ടത്തും നമ്മൾ ആ ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ട് എന്നതാണ്. ഓക്കെ, ഫ്രാഗ്മെൻറ്റഡ് തന്നെയാണ്, ഇപ്പോഴും വേൾഡ് ഫ്രാഗ്മെൻറ്റഡ് ആണ്.
അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹൈഫൻ ഇട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് എഴുതുന്നതും ഹൈഫൻ ഇടാതെ പോസ്റ്റ് സ്ട്രക്ചറലിസം എഴുതുന്നതും. ഈ ഒരു ലിറ്റററി ടേമിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയുകയാണ്. നിങ്ങളൊരു വൈവ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും അത് PhD ആവട്ടെ, നിങ്ങളുടെ മറ്റു ഡിഗ്രി PG ലെവലിലുള്ള വൈവ ഒക്കെ ആവട്ടെ, ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് മുന്നിൽ എഴുതി തന്നിട്ട് ഹൈഫൺ ഇട്ടതും ഹൈഫൺ ഇടാത്തതിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. ചില സമയത്ത് എല്ലാവരും വേർത്തു പോകുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജഡ്ജസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറും കൂടിയാണ്. ഓക്കെ, സ്ട്രക്ചറലിസം മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉയർന്നു വന്ന മറ്റൊരു ലിറ്റററി മൂവ്മെൻ്റാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൽ പറയുന്നത് ഇതിൽ മീനിങ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് ഫിക്സ്ഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട്, ആ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്യണം. ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്ത് നമുക്ക് എത്ര വേർഡ്സും ഉണ്ടാക്കാം, എത്ര സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു രീതിയിലാണ്. ദർ ഈസ് എ സ്ട്രക്ചർ വിച്ച് ഫോളോഡ് ബൈ എ ലാംഗ്വേജ്. ഇതിന് നേരെ എതിരായിക്കൊണ്ടാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് മീനിങ് ഈസ് നോട്ട് അബ്സല്യൂട്ട് ഫിക്സ്ഡ് എന്ന രീതിയിൽ. ഈവൻ ആ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ പോലും കോൺസ്റ്റൻ്റ് അല്ല, അത് അതുപോലെ നിൽക്കുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്. ഓക്കെ, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്, എല്ലാവർക്കും അറിയുന്ന ഒരാളും കൂടിയാണ് ഡെറിഡ. ഡെറിഡ നമുക്ക് മുന്നിൽ ഒരു പ്രത്യേക തരം തിയറിയാണ് കൊണ്ടുവെക്കുന്നത്, ഡിഫറൻറ്റ് തിയറി. ഓക്കെ, ഡെറിഡ തിയറി ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഡിഫറൻസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറൻസിന് മീനിങ് കൊടുക്കുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ 2 വേർഡുകളിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടതാണ്, ഡിഫർ ആൻഡ് ഡെഫർ. ഇതിൽ ഡിഫറിൻ്റെ മീനിങ് എന്താണ്? നോട്ട് ലൈക്ക്, നെവർ ചേഞ്ച് എന്ന രീതിയിലാണ്. ഡെഫർ മീൻസ് സംതിങ് വിച്ച് ഈസ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ 2 ടേമിൻ്റെയും മനസ്സിലാവുന്നുണ്ടല്ലോ. According to Derrida, post-structuralists believed in the fact that the meaning is constantly changing. Okay, അത് തുടർച്ചയായി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാണ്. ഹൗ? ഇതിന് ഞാനൊരു എക്സാമ്പിൾ തരാം. ഓക്കെ, ഒരു 3 എക്സാമ്പിൾസ് തരാണ്. പിൻ, സിൻ, ബിൻ. കോമണായി വരുന്ന ഇന്നാണ് ഇവിടെ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. എല്ലാത്തിനും ഒരേ മീനിങ് അല്ല. ഇന്ന് കോമൺ ആയിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. സോ ഇൻ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യം കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഇൻ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ആ ഒരു വേർഡ് കണ്ടിന്യൂസ് ആയിട്ട് 3 വേർഡ്സിലും വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡെഫർ. അതേസമയം ഫേസ്റ്റ് ലെറ്റർ ഈസ് ചേഞ്ചിങ്. എല്ലാത്തിലും ഫേസ്റ്റ് ലെറ്റർ ചേഞ്ചിങ് ആണ്. ദിസ് ഈസ് ഡിഫർ. ഓക്കെ, സംതിങ് വാട്ട് വി കോൾഡ് ഡിഫറൻസ്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തെക്കുറിച്ചുള്ള ഡെറിഡയുടെ ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് ടെർമിനോളജി അബൌട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസത്തെക്കുറിച്ച് അദ്ദേഹം വളരെയധികം നന്നായി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം മെറ്റാഫിസിക്സ് ഓഫ് ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെറ്റാഫിസിക്സ് ഓഫ് ആബ്സെൻസ്? According to Derrida and other post-structuralist thinkers, the meaning is changing because what is absence? എന്താണോ ആബ്സെൻസ്, ആ ആബ്സെൻസിൻ്റെ കാരണം കൊണ്ട് മീനിങ്ങിൽ മാറ്റങ്ങൾ വരുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുറച്ച് വേർഡ്സ് പറഞ്ഞിരുന്നു അല്ലേ, പിൻ, ബിൻ, സിൻ. ഇതിൽ ഫസ്റ്റ് ലെറ്റേഴ്സ്, അപ്പോൾ IN എന്ന് മാത്രം കോമൺ ആയി വരുന്ന സാധനം എടുത്ത് അവിടെ ഒരു ബ്ലാങ്ക് വരുന്നുണ്ട്. ആ ബ്ലാങ്കിൽ നമ്മൾ PBS എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലെറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ മീനിങ്ങിൽ മാറ്റം സംഭവിക്കുന്നു. അതിനെ വിളിക്കുന്നതാണ് മെറ്റാഫിസിക്സ് ഓഫ് ആബ്സെൻസ് എന്ന്. ആ ഒരു ആബ്സെൻസിൻ്റെ കാരണം കൊണ്ട് അവിടെ അർത്ഥം തന്നെ മാറിപ്പോകുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഡെറിഡ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തിയറീസ് തന്നിട്ടുണ്ട്. ലൈക്ക് എഫോറിയ, ലോഗോസെൻട്രിസിസം, അങ്ങനെ പറയുന്ന ഒരുപാട് തിയറീസ് അദ്ദേഹം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്ട്രക്ചറലിസത്തിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എവറിത്തിങ് ഹാസ് എ സ്ട്രക്ചർ എന്നതാണ്.
ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. On the other hand, post-structuralist thinkers like Lacan, he says that constant sliding of signifier and signified, you never reach the ultimate signified, because every signifier leading to another signifier and again leading to another signifier and again leading to another signifier, and you never reach signified. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു പ്ലേഫുൾനെസ്സാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ചില അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല അവർ മനസ്സിലാക്കിയത്, അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട്, അങ്ങനെയല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയും. പക്ഷേ അവിടെ എന്താണ് മനസ്സിലായത്? നമ്മൾ പറയുന്ന സെയിം സെൻറ്റൻസ് ഒരു വാക്കുകൾ എന്തോ ആവട്ടെ, ആ വാക്കിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥമായിരിക്കില്ല കേൾക്കുന്ന ആൾ എടുക്കുന്ന അർത്ഥം. ഗോട്ട് ഇറ്റ്? ദാറ്റ് ഇസ് ദ പോയിന്റ്. അപ്പോൾ മൊത്തത്തിൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫിക്സ്ഡ്. ഓക്കെ, ഇറ്റ്സ് എവർ ചേഞ്ചിങ് ആൻഡ് എവർ ഇവോൾവിങ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ചില ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാര്യം. ഒരേ പുഴയിൽ നമുക്ക് 2 വട്ടം നീന്താൻ പറ്റില്ല എന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ആ പുഴ എന്ന് പറയുന്നത് എവർ ഫ്ലോയിങ് ആണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഒരിക്കൽ ആ പുഴയിൽ നീന്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ വെള്ളം, നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ഒഴുകിപ്പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും അതിൽ ഒരു നീന്തൽ കൂടി നടത്താൻ വേണ്ടി ചാടുമ്പം അതിലുണ്ടാവുന്നത് പുതിയ വാട്ടർ ആണെങ്കിൽ പുതിയ വെള്ളമാണ്, അല്ലേ? അത് ഒഴുകിപ്പോയി അടുത്ത വെള്ളം വന്നു. അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിങ്കേഴ്സ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെക്കുറിച്ച് പറയാണ് ഐ നോ ഹർ അല്ലെങ്കിൽ ഐ നോ ഹിം എന്ന ഒരു കാര്യം പറയുകയാണെന്ന് വിചാരിക്കാം. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ച് പറയുകയാണ് എനിക്ക് അവനെ അറിയാം അല്ലെങ്കിൽ അവളെ അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാവുന്ന ആ ഒരു കാര്യം ആ ഒരു മൊമെൻറ്റിന് മുമ്പ് വരെ മാത്രമേ നമുക്ക് അവനെയോ അവളെയോ ആരെക്കുറിച്ചാണെങ്കിലും അറിയുള്ളൂ. ഓക്കെ, ആ മൊമെൻറ്റിന് ശേഷം അവനോ അവളോ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെയും ദർ ഈസ് നോ ഫിക്സിഡിറ്റി. ശ്രദ്ധിക്കുക, ആ ഒരു മൊമെൻറ്റിന് ശേഷം ആ വ്യക്തി ചിലപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും മാറാം, അല്ലേ? ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യ സ്വഭാവമാണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കാനേ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. ECG ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ECGൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് വേവ് ലെങ്ത്തിൽ വളരെയധികം വ്യത്യാസമുണ്ടാവും. ഓക്കെ, വൺസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ അതിലെ വേവ് ലെങ്ത് വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെയും ദർ ഇസ് നോ ഫിക്സിഡിറ്റി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ്, നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയുടെ മെഷീൻസ് നമുക്കിങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റും. റെക്കോർഡിങ്ങോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കോഡിംഗ് ആയിട്ട് വരുന്ന, അല്ലേ, കുറേ വരകളൊക്കെ ഇങ്ങനെയുള്ള ആ സാധനത്തിൽ നമ്മളൊരു ഹലോ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ PC എന്തെങ്കിലും ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലെ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോഡിംഗ് സിസ്റ്റം വേരിയേഷൻസ് വളരെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ എക്കോൻ്റെ വ്യതിയാനത്തിൽ വളരെ വ്യത്യാസപ്പെടും. നമ്മൾ 2ാം വട്ടം ഈ ഹലോന്നോ PC അങ്ങനെ എന്തെങ്കിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എഗെയിൻ അതിലെ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോഡിങ്ങിൽ വ്യത്യാസം വരും. ഓക്കെ, അതിൽ വരുന്ന വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വേവ് മുമ്പും ശേഷം വളരെയധികം വ്യത്യാസമുണ്ടാവും. നമ്മൾ 10 തവണ ടേക്ക് എടുത്ത് നോക്കിയാലും അതിലെ വേവിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെയും എന്തില്ല? ദർ ഇസ് നോ ഫിക്സിഡിറ്റി. ഇതൊക്കെയാണ് ഡീകൺസ്ട്രക്ഷനിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ഫിക്സ്ഡ് ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരില്ല എന്നാണ്. പക്ഷേ ആക്ച്വലി മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് നമ്മുടെ ഡീകൺസ്ട്രക്ഷനിസ്റ്റ് പറയുന്നത്. ബീയിങ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്ത് നോക്കുക.
അതിനെ ഡീകോഡ് ചെയ്ത് നോക്കാം. B+ing. നമുക്കറിയാം 2 വേർഡുകളിൽ നിന്ന് രൂപാന്തരപ്പെട്ട സംതിങ് ഡൺ എന്നൊക്കെയുള്ള അർത്ഥം കംപ്ലീറ്റ് എന്ന രീതിയിലാണ്. ing മീൻസ് പ്രോസസ്, കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂയിങ് അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിയും ing കൂടി ചേരുമ്പോൾ ദർ ഇസ് നോ സിമിലാരിറ്റി ദെയർ. ബീയിങ് തന്നെ പല സ്ഥലങ്ങളിലും പല അർത്ഥങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. സോ ദർ ഇസ് നോ ഫിക്സിഡിറ്റി അറ്റ് ഓൾ. മറ്റൊരു ബ്യൂട്ടിഫുൾ തിങ്കറായിട്ടുള്ള ക്രിസ്റ്റോഫർ നോറിസ് എഴുതിയ ഒരു ബുക്കുണ്ട്, ഡീകൺസ്ട്രക്ഷൻ തിയറി ആൻഡ് പ്രാക്ടിക്സ്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് അല്ല എന്ന്. ഓക്കെ, അവിടെ കോൺസ്റ്റൻറ്റ് ചേഞ്ചിങ് സംഭവിക്കുന്നു എന്നതിൻ്റെ എക്സ്പ്ലനേഷൻസാണ് ഈ ഒരു ബുക്കിൽ അദ്ദേഹം കൊടുക്കുന്നത്. സിഗ്നിഫയറും സിഗ്നിഫൈഡും യൂണിവേഴ്സലി ദർ ഇസ് നോ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. വെൻ യു പ്ലേ വിത്ത് വേർഡ്സ് ആർ പ്ലേ വിത്ത് യു എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു റൈറ്റിങ്സിലെ മേജർ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഒരു ടീച്ചറിൻ്റെ ഫാദർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കോട്ടിങ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് വേർഡ്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ ആ വാക്കുകൾ നമ്മളെ വെച്ചും കളിക്കുമെന്ന്. എന്ന പോലെ തന്നെയാണ് ഈ ഡീകൺസ്ട്രക്ഷനിസത്തിലും എല്ലാ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് അങ്ങനെ കളിക്കും തോറും തിരിച്ച് ആ വാക്കുകൾക്ക് പല മീനിങ്സ്, പല അർത്ഥങ്ങൾ അല്ലേ. ഒരു വേർഡ് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല മീനിങ് ആണ് ആ ഒരൊറ്റ വേർഡിനുള്ളത്. മീനിങ് ഓഫ് ദ വേർഡ്, ഒരു വാക്കിൻ്റെ അർത്ഥം ആ ഒരു മൊമെൻറ്റിൽ മറ്റൊരു മൊമെൻറ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ മീനിങ് പാടെ മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ മീനിങ്ങിൻ്റെ അർത്ഥം ഇത് ഫിക്സ്ഡ് ആണ്, ഇത് മാത്രമാണ് അർത്ഥം എന്ന് പറഞ്ഞിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയും ഇല്ല. ഓക്കെ, another principle of post-structuralism is no binary opposition. പോസ്റ്റ്-സ്ട്രക്ചറലിസത്തിൽ ബൈനറി ഒപ്പോസിഷനെ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ സ്ട്രക്ചറലിസം ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ബൈനറി ഓപ്പോസിറ്റിനെ കുറിച്ച്. സ്ട്രക്ചറലിസ്റ്റ് പറയുന്നുണ്ട് വാക്കുകൾ തമ്മിൽ അവിടെ ഒരു ബൈനറി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നായിരുന്നു. ഒരു വാക്കിനെ നമുക്ക് അറിയാത്തൊരു വാക്കിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്സിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴ് ബൈനറി ഓപ്പോസിറ്റുകൾ ഇല്ല എന്നാണ്, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഉൾപ്പെടുന്നില്ല എന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് ടെക്നോളജി ആകെ മാറ്റി മറിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എന്ന് പറഞ്ഞ് നിങ്ങൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എവറിത്തിങ് ഈസ് പബ്ലിക്കാണ്, ദർ ഇസ് നോ പ്രൈവറ്റ് അറ്റ് ഓൾ എന്നൊരു രീതിയിലാണ് വരുന്നത്. പ്രൈവറ്റ്, പബ്ലിക് എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങൾക്കിത് എഗ്രി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനും ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ പ്രൈവറ്റായി എടുത്ത നിങ്ങളുടെ സ്വന്തം ഒരു ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരെ മാത്രമാണ് അത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് തിങ് എന്ന് പറയാം. അതെങ്ങാനും വൈറലായി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു യു, അത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങില്ല അല്ലേ, അത് പബ്ലിക് പ്രോപ്പർട്ടിയായി മാറും. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈവറ്റ്, പബ്ലിക് എന്ന ഒരു വേർതിരിവ് ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം പലതും കോറിലേറ്റ് ചെയ്യാൻ പറ്റും, വേഗം മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സിമിലർലി 21st സെഞ്ച്വറിയിൽ ജെൻഡർ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഫിക്സ്ഡിറ്റി. ഓക്കെ, ഇപ്പോൾ അതിനും നമ്മളുടെ മുന്നിൽ തന്നെ ഒരുപാട് ഇൻസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ ജെൻഡറിൻ്റെ കേസ് വരുമ്പം ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം, പക്ഷെ അവരുടെ ഹോർമോണിക്കൽ ചേഞ്ചസിൽ അവർക്ക് തോട്ടും മറ്റു കാര്യങ്ങളും മസ്കുലിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിലിൻ്റെ ആവാം. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ. നേരെ ഓപ്പോസിറ്റും ഉണ്ട്, ജെൻസ് ഫീമെയിൽ ആവുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ മാറുമ്പം എന്തില്ല,
അവിടെ ഫിക്സഡ് ആയിട്ടോ. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയായി ജീവിക്കണം എന്ന ആ ഒരു രീതിയിലല്ല, പുരുഷനായി തന്നെ ജീവിക്കണം എന്നില്ല. ട്രാൻസ്ജെൻഡർ എന്ന ആ ഒരു സംഭവം വന്നതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ അവിടെയും പുരുഷനായി ജനിച്ചാൽ പുരുഷനായി തന്നെ ജീവിക്കണം, സ്ത്രീയായി തന്നെ ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ല. ഓക്കെ, ദർ ഈസ് നോ ഫിക്സിഡിറ്റി ദെയർ. സോ ദർ ഈസ് നോ ബൈനറി ഓപ്പോസിഷൻ എക്സിസ്റ്റ് എനിമോർ. ഓക്കെ, അതുകൊണ്ടാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഇവിടെ വെട്ടിമുറിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പീച്ച് ഈസ് സുപ്പീരിയർ ടു റൈറ്റിംഗ്. അവർ പറയുന്നത് സ്പീച്ച് ബെറ്റർ ആണ്, സുപ്പീരിയർ ആണ്. അതുപോലെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്, കുറച്ച് ഡല്ലാണ് എന്ന രീതിയിലാണ്. ബട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് സ്പീച്ച് ആൻഡ് റൈറ്റിങ്സ് ആർ കോംപ്ലിമെൻ്ററി, ബോത്ത് ആർ കോംപ്ലിമെൻ്ററി എന്നാണ് നമ്മുടെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസത്തിൻ്റെ സ്പീച്ച് ഈസ് സുപ്പീരിയർ, റൈറ്റിംഗ് ഈസ് ഇൻഫീരിയർ എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആരും അംഗീകരിക്കുന്നില്ല, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അംഗീകരിക്കുന്നില്ല. ഇവരുടെ വാദം എന്താണ്? സ്പീച്ച് ആൻഡ് റൈറ്റിങ്സ് ആർ കോംപ്ലിമെൻ്ററി. സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് ഒരു കുട്ടി ആദ്യം പഠിക്കുന്നത് സ്പീച്ചാണ്, പിന്നെയാണ് എഴുത്തും വായനയൊക്കെ പഠിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയാണ് ദർ ഈസ് സപ്പോസ് എ ലെറ്റർ. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്ന ഈ ഒരു ലെറ്റർ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങളുടെ മെമ്മറിയിൽ ഇങ്ങനൊരു ലെറ്റർ നിങ്ങൾക്ക് അറിയുകയില്ല, നിങ്ങൾ പഠിച്ചിട്ടുമില്ല, നിങ്ങളുടെ മെമ്മറി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുമില്ല, റൈറ്റ്? അപ്പോൾ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ മെമ്മറിയിൽ എഴുതി വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് നമുക്ക് പറയാനോ പ്രൊനൗൺസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ എന്നതാണ്. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛൻ ഇതാണ് എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ആ കുട്ടീൻ്റെ ബ്രെയിനിൽ ആ കുട്ടി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ന ആളാണ് എൻ്റെ ഫാദർ എന്ന് ആ കുട്ടി ഓൾറെഡി മൈൻഡിൽ എഴുതി വെക്കപ്പെട്ടു. എന്നിട്ട് ആ കുട്ടി അത് മനസ്സിലാക്കി അച്ഛ അല്ലെങ്കിൽ ആ ഫാദർ എന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ദിസ് ഈസ് ദ പോയിന്റ്. ഇപ്പോഴും ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിംഗ് ആണോ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സ്പീച്ചാണോ മുന്നിൽ നിൽക്കുന്നത്? ഓക്കെ, രണ്ട് വാദക്കാരും അവരവരുടെ പോയിന്റുകൾ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ, കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഇപ്പോഴും നമുക്കത് അറിയില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് വിശ്വസിക്കുന്നത് റൈറ്റിംഗ് ആദ്യം വരുന്നു ദെൻ സ്പീച്ച് എന്ന്. എന്നാൽ സ്ട്രക്ചറലിസ്റ്റ് ആദ്യം സ്പീച്ച് വരുന്നു പിന്നെ റൈറ്റിംഗ് എന്ന രീതിയിൽ. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ഇത് നെഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലെന്താണുള്ളത്? സ്ട്രക്ചറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പ്രസ്താവിക്കുന്നതാണ് എന്ത്? പോസ്റ്റ് സ്ട്രക്ചറലിസം. നമ്മുടെ സ്ട്രക്ചറലിസത്തിൻ്റെ എല്ലാ വ്യൂ പോയിൻറ്റ്സിനും ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഡീകൺസ്ട്രക്ഷനിസം ഓർ പോസ്റ്റ് സ്ട്രക്ചറലിസം. ലഖാൻ, ഡെറിഡ ഇവരുടെ ബുക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല പോസ്റ്റ് സ്ട്രക്ചറലിസം തിയറിയോ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം വ്യൂസോ ഒക്കെ. അപ്പോൾ ഇവരിൽപ്പെട്ട മറ്റൊരു മികച്ച റൈറ്റർ തന്നെയാണ് മിഖൽ ഫുക്കോ. ഇദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ കോട്ട് നമുക്ക് തരുന്നുണ്ട്. പവർ സർക്കുലേറ്റ് ഓൾ ദ ഡിറക്ഷൻ. അതുപോലെ തന്നെ അദ്ദേഹം പവറിനെ കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, ഓർഡർ ഓഫ് തിങ്സ്, ദ ബർത്ത് ഓഫ് ദ ക്ലിനിക്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളും ആണ്. സോ ഗായ്സ്, ഇത്രയും പറഞ്ഞത് ഒരു ഓവർവ്യൂ ആണ്. ഓക്കെ, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ്. UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.